ഈ വിഷയത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കേരളത്തിൽ ഇന്നേ വരെ LDF പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു രീതിയിൽ നിന്നൊരു മാറ്റം കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സ്വകാര്യ സർവകലാശാല ബില്ല്, ആ ബില്ല് 3-ാം തീയതി അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് അതിന്മേൽ ഇനി ചർച്ച ആവശ്യമില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്നു. എവിടെയാണ് എടുക്കുന്നത്? ഇടതുമുന്നണി യോഗത്തിലാണ്. ഇടതുമുന്നണി യോഗത്തിൽ സ്വകാര്യ സർവകലാശാല പോലെ അടിസ്ഥാനമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ നയം മാറ്റമാണോ എന്ന് പുറത്തെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടതുപക്ഷ മുന്നണി ആ തീരുമാനമെടുക്കാതെ, ഇടതുമുന്നണി ആ തീരുമാനമെടുക്കാതെ എങ്ങനെയാണ് മന്ത്രിസഭ ഒറ്റയ്ക്ക് ആ തീരുമാനമെടുക്കുക? നമുക്ക് പറയാം ബഡ്ജറ്റിൽ അത് കൊണ്ടുവന്നു എന്ന് പറയാം. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിക്കും എന്നുള്ള വിഷയം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെ പോയത്? ഇനി അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് RJDയും CPIയും ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് തീരുമാനിച്ച വിഷയമാണെന്നും 3-ാം തീയതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അത് ടേബിൾ ചെയ്യാൻ പോവുകയാണെന്നും അതിന്മേൽ ഇനി കൂടുതൽ ചർച്ച വേണ്ടെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഇടതുമുന്നണി ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു പ്രവർത്തന രീതിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. ഒന്ന്, അതൊരു ആരോഗ്യകരമായ ഒരു രീതിയുമല്ല. പ്രത്യേകിച്ച് നയപരമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മന്ത്രിസഭാ യോഗത്തിലല്ല, പകരം ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തന്നെ രാഷ്ട്രീയ അസ്തിത്വം പുറത്തു നിൽക്കുന്ന ഇടതുമുന്നണിയാണ്. ആ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധ്യമാവും. മാത്രമല്ല മന്ത്രിസഭയിൽ ഘടകകക്ഷികളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ആ വിഷയങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. ഒരു കോമൺ മിനിമം പ്രോഗ്രാം ആണല്ലോ എപ്പോഴും ഒരു മുന്നണി സംവിധാനത്തെ നിലനിർത്തുന്നത്. ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വ്യതിചലനം ഉണ്ടായാൽ അത് ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടതും മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതും ആവശ്യമാണെന്നിരിക്കെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിൽ ഒരു വിഷയം അവതരിപ്പിക്കുക, മന്ത്രിസഭയിൽ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ അതിൽ ഈ CPIയിലെ തന്നെ മന്ത്രിമാർ കൊടുക്കാതിരിക്കുക, പിന്നീട് അത് CPI ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ മാത്രം മന്ത്രിമാർക്ക് തിരിച്ചൊരു നിലപാടെടുക്കേണ്ടി വരിക, CPIയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഈ വിഷയം ചർച്ച വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുക. ഇത് പക്ഷേ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ വീറ്റോ ചെയ്തു പോകുന്ന സാഹചര്യമാണ്. 2 കക്ഷികൾ മാത്രമാണ് ബ്രൂവറി വിഷയത്തിൽ എതിർപ്പറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 9 കക്ഷികളും ഈ വിഷയത്തിൽ അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വീറ്റോ ചെയ്തു പോകും. പക്ഷേ അടിസ്ഥാനമായി CPI ഉയർത്തിയ വിഷയങ്ങൾ ആ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. അങ്ങനെ തീരുമാനം വരുന്നതിന് മുൻകൂട്ടി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. കാര്യം ഇതിൽ അടിസ്ഥാനമായിട്ടുള്ള 3 പ്രശ്നങ്ങളാണല്ലോ. ഒന്ന്, മദ്യനയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയതിന് ശേഷം 99-ന് ശേഷം നമ്മൾ ആദ്യമായൊരു ബ്രൂവറിയും ഡിസ്റ്റിലറിയും ബ്ലെൻഡിംഗ് യൂണിറ്റും അനുവദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 25 വർഷത്തിൽ ആദ്യമായൊരു ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒക്കെ അനുവദിക്കുന്ന സാഹചര്യത്തിൽ അത് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മദ്യനയം മാറ്റി, അതെല്ലാവർക്കും അറിയാം. പക്ഷേ മദ്യനയം മാറ്റിയതിൻ്റെ ഭാഗമായൊരു ബ്രൂവറി സ്ഥാപിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്തില്ല, മുന്നണിയിൽ ചർച്ച ചെയ്തില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത്, ഇതൊരു കുടിവെള്ളത്തെ ബാധിക്കുന്ന വിഷയമാണ്. പ്ലാച്ചിമട സമരം നമ്മൾ കണ്ടതല്ലേ? 2004 പ്ലാച്ചിമട സമരത്തിൽ കമ്പനി അവിടെ നിന്നും കെട്ടുകെട്ടി പോകുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് DYFIയുടെ ഇടതുമുന്നണി പ്രവർത്തകരുമുണ്ട്. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ സമരത്തിന് അനുകൂലമായി നിലപാടെടുത്തയാളാണ്. ഇന്ന് MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി ആ DYFI സമരത്തിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ ഇടതുകക്ഷികൾ കൂടി പങ്കെടുത്ത അന്നത്തെ പ്ലാച്ചിമടയിലെ സമരം, ആ സമരം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു കുടിവെള്ള പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടോ എന്ന വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒയാസിസ് പോലൊരു കമ്പനിയാണ് വരുന്നത്. ഒയാസിസ് എന്ന കമ്പനി ഡൽഹിയിൽ കുപ്രസിദ്ധി ആർജിച്ച കമ്പനിയാണ്. മദ്യനയ അഴിമതി കേസിൽ പെട്ടിരിക്കുന്ന കമ്പനിയാണ്. സ്വാഭാവികമായി ആ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് വിഷയമുണ്ടാകുമോ? ഈ 3 വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു ബ്രൂവറിയിൽ. ഒന്ന്, കുടിവെള്ളം. 2, ഈ ഒയാസിസ് എന്ന കമ്പനിയുടെ ഡൽഹി മദ്യനയ കേസിൽ അഴിമതിയിലെ ആ കമ്പനിയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ആ സാന്നിധ്യം. മൂന്നാമത്തത് 25 വർഷത്തിനു ശേഷം ഇതേപോലെ ഡിസ്റ്റിലറി അനുവദിക്കാനുള്ള തീരുമാനം. അതൊരു മുന്നണിയിലല്ലാതെ എവിടെയാണ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മദ്യനയം മാറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 26 ഏക്കർ ഭൂമി എലപ്പുള്ളിയിൽ വന്ന് വാങ്ങാൻ ഒയാസിസ് കമ്പനി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ മദ്യനയം മാറാൻ പോകുന്നു എന്ന വിവരം ഒയാസിസ് കമ്പനിക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കമ്പനി എന്നിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് പോലെ എഥനോൾ പ്ലാന്റേഷനുള്ള മുൻകൂർ അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ഇവിടെ നിന്നും ഒരു ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് എന്ന വിവരം കമ്പനി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ പരസ്പര വിരുദ്ധങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു അഴിമതിയുടെ ഒരു പ്രതിച്ഛായ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അതിൽ അഴിമതിയുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തും എന്നുള്ള വിവരം മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം വളരെ സീരിയസ് ആയ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും CPM വിശ്വസിക്കുന്നത് മഴവെള്ള സംഭരണിയിൽ നിന്ന് തന്നെ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം ഈ ഒയാസിസ് കമ്പനിക്ക് എടുക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിൽ ചിറ്റൂരിൽ
ചിറ്റൂരിലുള്ള 2 ഡിസ്റ്റിലറികളില്ലേ, ഒന്ന് ചിറ്റൂർ ഷുഗേഴ്സ് എന്ന് പറയുന്നതും മറ്റൊന്ന് മലബാർ ഡിസ്റ്റിലറീസും. അവിടെ ചിറ്റൂരിൽ ഈ കമ്പനിക്ക് ഡിസ്റ്റിലറി പ്രവർത്തനം തുടങ്ങാൻ അനുമതി കൊടുത്തതല്ലേ? എന്താ കമ്പനി പ്രവർത്തനം തുടങ്ങാത്തതിൻ്റെ കാരണം? അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വെള്ളക്ഷാമം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ എലപ്പുള്ളിയിൽ കുഴിച്ച 500 കുഴൽക്കിണറുകളിൽ 400 എണ്ണത്തിൽ മാത്രമേ വെള്ളം കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. 100 എണ്ണത്തിൽ ഈ കുഴൽക്കിണറിൽ പോലും വെള്ളം ഇപ്പോൾ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മഴവെള്ള സംഭരണിയെ മാത്രം ആശ്രയിച്ച് ഈ ഡിസ്റ്റിലറിക്കും ബ്രൂവറിക്കും ബ്ലെൻഡിംഗ് യൂണിറ്റിനും നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടിയിരുന്നൊരു വിഷയമാണ്. പക്ഷേ CPI ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. CPI ഇനി നാളെ എന്ത് പ്രതികരണമാണ് നടത്തുന്നത് നമുക്കറിയില്ല. കാരണം CPIക്ക് ഇത് ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിച്ച വിഷയമാണ്. അതുകൊണ്ട് ഇനി പ്രതികരിക്കുന്ന നിലപാട് അവർക്ക് എടുക്കാം. പക്ഷേ അത് പ്രാദേശിക തലത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കും. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എലപ്പുള്ളിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജില്ലയിലെ CPI ഘടകം ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ആദ്യം എതിർപ്പ് അറിയിച്ചതും അവരാണ്. പിന്നീട് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി ബിനോയ് വിശ്വം നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയതിനു ശേഷവും എതിർപ്പ് ശക്തമാവുന്നില്ല. പിന്നീട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമായി മാറുന്നത്. അതുപോലെ തന്നെയാണ് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു നയം മാറ്റമേ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടാം. ആ വിഷയം എങ്ങനെ വേണം ചർച്ച ചെയ്യാൻ, സാമൂഹ്യനീതി അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം ബില്ല് വരുന്നതിന് മുമ്പാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഇത് ബില്ല് വന്നതിനു ശേഷം പോലും മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ കിഫ്ബി ടോൾ ആദ്യം ഇടതുമുന്നണി എടുത്തിരുന്ന നയമെന്താ? ടോള് വേണ്ട എന്നതായിരുന്നു. ആ നയമായിരുന്നു ധനമന്ത്രി അന്ന് തോമസ് ഐസക് സഭയിൽ പറഞ്ഞിരുന്നതും. അതിൽ നിന്ന് സർക്കാർ പിന്മാറുമ്പോൾ ആ വിഷയം, ടോള് പോലൊരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ TP രാമകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാമോ? അത് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. സർക്കാർ തീരുമാനമെടുത്തിട്ട് മുന്നണി ചർച്ച ചെയ്യും. അങ്ങനെയല്ലല്ലോ സംഭവിക്കാറ്. മുന്നണിയിൽ ചർച്ച ചെയ്തതിന് ശേഷം സർക്കാർ തീരുമാനമെടുക്കുക എന്ന രീതിയിൽ നിന്ന് ഇടതുമുന്നണി യോഗത്തിൽ അടുത്തിടെ ഒരു നയം മാറ്റം ഉണ്ടാവുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ സുതാര്യത വേണം. ഈ ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളെ കൂടി അനുനയിപ്പിക്കുകയല്ല, വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത്തരം അടിസ്ഥാനമായിട്ടുള്ള വിഷയങ്ങൾ. ഇതേതെങ്കിലും 1-2 ചെറിയ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് പറയാം. ഇത് 3ലും അടിസ്ഥാനമായൊരു നയമാറ്റത്തിന് വിഷയമുണ്ട്. 1 ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നയമാറ്റം, 2 സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നയമാറ്റം, 3 കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിലൊരു നയമാറ്റം. അപ്പോൾ പോളിസി തന്നെ മാറുന്നു, നയം തന്നെ മാറുന്നു എന്നുണ്ടെങ്കിൽ അത് മുന്നണിയിലല്ലാതെ മറ്റെവിടെയാണ് ചർച്ച ചെയ്യുക എന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് മുന്നണിയുടെ ആരോഗ്യത്തിന് അത്ര നന്നായിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തീർച്ചയായിട്ടും സർക്കാരിലല്ല, ഇത് തലകീഴായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതു സർക്കാർ മുന്നണിയുടെ തീരുമാനത്തെയും സർക്കാർ തീരുമാനത്തെയും കണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.